നമസ്കാരം. അയോധ്യ തോ ബസ് ജാഗി ഹേ, കാശി മഥുര ബാക്കി ഹേ, ജഹാം ജഹാം ദാ ഹേ സബ് സബ് കിയാ ജായേഗാ. അതായത് ബാബറി പള്ളിയിൽ മാത്രം അവസാനിക്കില്ല, കാശിയും മധുരയും എല്ലാം ബാക്കിയുണ്ട്. എവിടെയൊക്കെ കറയുണ്ടോ അവിടമെല്ലാം വൃത്തിയാക്കും. 90കളിൽ ബാബറി മസ്ജിദ് പൊളിക്കുമ്പോൾ സംഘപരിവാർ ഉയർത്തിയ മുദ്രാവാക്യങ്ങളിൽ ഒന്നായിരുന്നു ഇത്. ഇപ്പോഴിതാ മഥുര മസ്ജിദിന് പിന്നാലെ ആഗ്രയിലെ ഷാഹി ജുമാ മസ്ജിദിൽ സർവേ നടത്തണമെന്നാവശ്യപ്പെട്ട് ഹിന്ദു സംഘടനയായ അഖില ഭാരതീയ ഹിന്ദു മഹാസഭ രംഗത്തെത്തിയിരിക്കുന്നു. ഉത്തർപ്രദേശിലെ ശ്രീകൃഷ്ണ ജന്മഭൂമി ക്ഷേത്രത്തിനോട് ചേർന്നുള്ള ഷാഹി ഈദ്ഗാ സമുച്ചയത്തിന്റെ പ്രാഥമിക സർവേ അലഹബാദ് ഹൈക്കോടതി അനുവദിച്ചതിന് പിന്നാലെയാണ് ഹിന്ദു മഹാസഭയുടെ ആവശ്യം. മധുരയിലെ കേശവദേവ് ക്ഷേത്രത്തിൽ നിന്നും എടുത്ത വിഗ്രഹം ചക്രവർത്തിയായ ഔറംഗസേബ് പള്ളിയുടെ കോണിപ്പടിയിൽ കുഴിച്ചിട്ടിട്ടുണ്ട് എന്നും സർവേ നടത്തണമെന്നുമാണ് ഹിന്ദു മഹാസഭയുടെ പ്രധാനപ്പെട്ട ആവശ്യം. പക്ഷേ ഇത്തരം ആവശ്യങ്ങൾ ഉയരുന്നതിനിടയിൽ രാജ്യത്തെ ആരാധനാലയ നിയമവും ചർച്ചയാക്കപ്പെടേണ്ടതുണ്ട്. എവിടെയൊക്കെ കറയുണ്ടോ അവിടെയെല്ലാം വൃത്തിയാക്കും എന്ന സംഘപരിവാർ മുദ്രാവാക്യം കൂടുതൽ ഉച്ചത്തിലായപ്പോഴാണ് 1991 നരസിംഹറാവു പ്ലേസസ് ഓഫ് വർഷിപ്പ് സ്പെഷ്യൽ പ്രൊവിഷൻസ് ആക്ട് കൊണ്ടുവരുന്നത്. ബില്ല് പാർലമെന്റിൽ ചർച്ചയ്ക്ക് വന്നപ്പോൾ പ്രധാന പ്രതിപക്ഷമായിരുന്ന BJP അതിനെ ശക്തിയുക്തം എതിർത്തു. ജ്ഞാൻവാപ്പിയും മധുരയിലെ ഈദ്ഗാഹ് പള്ളിയുമെല്ലാം നിയമത്തിന്റെ പരിധിയിൽ നിന്നും ഒഴിവാക്കണമെന്ന് BJP ആവശ്യപ്പെട്ടു. അത് പരിഗണിക്കാതെയാണ് ഈ നിയമം പാസാക്കിയത്. 2019 ബാബറി മസ്ജിദ് ഭൂമി ഹിന്ദു ട്രസ്റ്റിന് വിട്ടു നൽകിക്കൊണ്ട് നടത്തിയ വിധി പ്രസ്താവനത്തിൽ രാജ്യത്തിന്റെ മതനിരപേക്ഷത കാത്തു സൂക്ഷിക്കുന്ന നിയമം എന്ന് സുപ്രീം കോടതി വിശേഷിപ്പിച്ച നിയമമാണ് പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട്. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വതന്ത്രമാകുമ്പോൾ രാജ്യത്തെ ആരാധനാലയങ്ങളുടെ സ്വഭാവം എന്തായിരുന്നോ അത് തന്നെ നിലനിർത്തണം എന്നാണ് പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട് വ്യവസ്ഥ ചെയ്യുന്നത്. ഏതെങ്കിലും ആരാധനാലയത്തിന്റെ മതപരമായ സ്വഭാവം പരിവർത്തനം ചെയ്യുന്നതിന് ഹർജി ഫയൽ ചെയ്യുന്നതോ മറ്റേതെങ്കിലും നിയമ നടപടികൾ ആരംഭിക്കുന്നതോ പോലും 1991 നിയമത്തിന്റെ 4ാം വകുപ്പ് തടയുന്നുണ്ട്. ഈ നിയമം നിലനിൽക്കെ തന്നെയാണ് 2022 മെയ്യിൽ ഗ്യാൻവാപ്പി പള്ളിയുടെ സ്വഭാവം നിശ്ചയിക്കുന്നതിന് വേണ്ടി സർവേ നടത്താനുള്ള അനുമതി സുപ്രീം കോടതി നൽകിയത്. എന്തായാലും അന്ന് വിളിച്ച ആ മുദ്രാവാക്യം ഇന്നും സംഘപരിവാർ വിളിക്കുന്നുണ്ട്. അതിനെ അമരത്തുള്ളതാവട്ടെ നരേന്ദ്രമോദി എന്ന ദീർഘദർശിയും.